പറയുന്നത്. ഇവരൊക്കെ ഈ അനസാവട്ടെ, കായപ്പൊടിയാവട്ടെ, മജീദാവട്ടെ, ഏത് അബ്ദുറഹ്മാൻ സലഫിയാജികളുടെ തലതൊട്ടപ്പോഴാവട്ടെ, ധൈര്യമുണ്ടെങ്കിൽ ഒരു സുന്നികളുടെ അടുത്തേക്ക് ഇതേ വ്യവസ്ഥയിൽ സംവാദം നടത്താൻ. ഏത് മുജാഹിദിന്റെ കൂട്ടത്തിൽ ഉമ്മ മറ്റ മക്കളുണ്ടെങ്കിൽ കടന്നു വരിങ്ങട്ട് സംവാദം ഞങ്ങൾ നടത്തി കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം, ഇന്നലെ കൊപ്പത്ത് വെച്ചുകൊണ്ട് സുന്നികൾ സംവാദത്തിൽ നിന്ന് പിന്മാറി എന്ന പേരിൽ വ്യാജമായി ഒരു സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. പ്രസ്തുത വീഡിയോയിലൂടെ കൊപ്പം സംവാദം എന്ന പേരിൽ മുജാഹിദുകൾ, സമസ്തക്കാർ, സുന്നികൾ പിന്മാറി എന്ന പേരിൽ പ്രചരിപ്പിച്ച ആ തെറ്റായ സന്ദേശം, അവർ പ്രചരിപ്പിച്ച കളവ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സംവാദം ഉണ്ടാവാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ മാസം, അതായത് 1/6/2024 പുളിങ്കാവിൽ വെച്ച് ഒരു സംവാദ വ്യവസ്ഥ സംഘടിപ്പിക്കുകയാണ്. ഈ സംവാദ വ്യവസ്ഥ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം, കൊപ്പത്തിന്റെ പരിസരത്തുള്ള മജീദ് പറക്കാട് എന്ന് പറയുന്ന സഹോദരനും, മുജാഹിദ് സഹോദരനും, അതുപോലെ റഷീദ് അൽ ഹസനി എന്ന് പറയുന്ന സുന്നി പ്രവർത്തകരും തമ്മിൽ നിരന്തരമായി നടന്ന ആദർശ ചർച്ചയോടനുബന്ധിച്ച് അവസാനം നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല, അതൊരു തീരുമാനത്തിലെത്തുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇരുപക്ഷത്തിന്റെയും പണ്ഡിതന്മാരെ ഇരുത്തി ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് രണ്ടുപേരും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവാദം, ഒരു ചർച്ച സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പുളിങ്കാവിൽ വെച്ചുകൊണ്ട് 1/6/2024 ഒരു വ്യവസ്ഥക്ക് വേണ്ടിയിരിക്കുന്നത്. പ്രസ്തുത വ്യവസ്ഥയിൽ അന്ന് നമ്മൾ എഴുതിയ വ്യവസ്ഥ ഇപ്രകാരമായിരുന്നു. സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥ എന്ന പേരിൽ എഴുതിയ ആ വ്യവസ്ഥകൾ പ്രധാനമായും അതിൽ വാദമായി എഴുതിയത്, മുജാഹിദുകൾ അവരുടെ വാദമായി എഴുതിയത്, മരണപ്പെട്ട മഹത്തുക്കളോടുള്ള എല്ലാ ഇസ്തിഗാസയും ഷിർക്കാണ് എന്നായിരുന്നു. എല്ലാ സഹായതേട്ടവും ഷിർക്കാണ് എന്നായിരുന്നു. സുന്നികൾ അതിന് മറുവാദമായി എഴുതിയത്, മരണപ്പെട്ട മഹത്തുക്കളോട് അവർ അള്ളാഹുവിന്റെ അടിമകളും ഇഷ്ടദാസന്മാരുമാണെന്ന വിശ്വാസത്തിൽ സുന്നികൾ നടത്തുന്ന സഹായാർത്ഥന അനുവദനീയമാണ്, ഇത് പഠിപ്പിച്ച ഇമാമിയങ്ങൾ ഷിർക്ക് പ്രചരിപ്പിച്ചവരല്ല എന്നതായിരുന്നു. ഇപ്രകാരം വാദമെഴുതുകയും, ഇരുപക്ഷത്തിന്റെയും വാദമെഴുതുകയും മറ്റു സാധാരണ സംവാദങ്ങളിൽ നമ്മൾ എഴുതുന്ന മറ്റു വ്യവസ്ഥകളെല്ലാം അതിനോട് ചേർത്ത് എഴുതുകയും ചെയ്തു. കൂട്ടത്തിൽ പ്രധാനമായും പറയേണ്ടത്, മുജാഹിദുകൾ ഇന്നലെ ഇറക്കിയ വീഡിയോയിൽ തെറ്റിദ്ധരിപ്പിച്ചത്, സുന്നികൾ അവരുടെ പ്രമാണമായി എഴുതിയിടത്ത് വിശുദ്ധ ഖുർആൻ സ്വഹീഹായ ഹദീസ് എന്നെഴുതുന്നതിന് പകരം തെളിവിന് പറ്റുന്ന ഹദീസ് എന്നെഴുതി എന്നതാണ്. തെളിവിന് പറ്റുന്ന ഹദീസ് എന്നെഴുതിയതിൽ എന്തിനാണ് മുജാഹിദുകൾ ഇങ്ങനെ പ്രകോപിതരാകുന്നത്? എന്തിനാണ് അതിൽ ഇത്രയധികം വ്യാകുലത പ്രകടിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? തെളിവിന് പറ്റുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ് തെളിവിന് പറ്റുന്നതല്ല എന്നാണോ മുജാഹിദുകളുടെ വാദം? മുജാഹിദുകൾ എന്താണ് സ്വഹീഹായ ഹദീസ്, എന്താണ് ഹസനായ ഹദീസ് എന്നൊന്നും അറിയാതെ
അതിനെക്കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത മുജാഹിദുകൾ, അതിനെക്കുറിച്ച് കൂടുതലായൊന്നും അറിയാത്ത മുജാഹിദുകൾ എല്ലാത്തിനെയും നിഷേധിക്കുന്ന കൂട്ടത്തിൽ സ്വഹീഹായ ഹദീസ് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ കൂട്ടത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നതുള്ളൂ എന്ന തെറ്റായ ഒരു ഉസൂല്, തെറ്റായ ഒരു നിയമം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി അത് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തെളിവിന് പറ്റുന്ന ഹദീസ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ പ്രമാണമായി എഴുതിയത്. പ്രസ്തുത വ്യവസ്ഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ജൂലൈ 6-ാം തീയതി നമുക്ക് സംവാദം നടത്തണം. ജൂലൈ 6-ാം തീയതി സംവാദത്തിന് വേണ്ടി ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ടാണ് ആ വ്യവസ്ഥ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്രകാരം ജൂലൈ 6-ാം തീയതി സൗകര്യപ്പെടുന്ന ഒരു സ്ഥലത്ത്, അത് മുജാഹിദുകൾ അവരുടെ കൊപ്പത്ത് തന്നെ സൗകര്യപ്പെടുന്ന ഒരു സ്ഥലത്ത്, ഒരു വീട്ടിലോ മറ്റോ ചെറിയ രീതിയിൽ, കൂടുതൽ ചെലവുകളും മറ്റോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു വീടിന്റെ ഹാളിലോ മറ്റോ ഒരുമിച്ച് കൂടി സൗകര്യപ്പെടുത്താമെന്ന് അവർ നമ്മോട് വാക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം മുജാഹിദുകളെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ സംവാദത്തിൽ വ്യവസ്ഥ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ജൂലൈ 6-ാം തീയതി സംവാദം നടത്താൻ വേണ്ടി നമുക്ക് ഉറപ്പ് നൽകിയത് ഹുസൈൻ സാഹിബ് എന്ന മുജാഹിദ് ഭാഗത്ത് നിന്ന് സംവാദ വ്യവസ്ഥയിൽ പങ്കെടുത്ത വ്യക്തി, അദ്ദേഹം ഉറപ്പ് നൽകുന്ന ഇത് നമുക്കൊന്ന് കേൾക്കാം. ഇത് ഷാഹിദ് ഹസനെയാണ് വിളിക്കുന്നത്. നമ്മള് അന്ന് സംവാദ വ്യവസ്ഥക്ക് ഇരുന്നില്ലേ? ഷാഹിദ് ഹസനെയാണ്. സംവാദ വ്യവസ്ഥക്ക് ഇരുന്നില്ലേ നമ്മള് കുറച്ച് ദിവസം മുമ്പ്? ആളാണ് വിളിക്കുന്നത്. അതെ അതെ, ആളാണ് വിളിക്കുന്നത്. നമ്മളപ്പോ ജൂലൈ 6-ാം തീയതി തന്നെ അല്ലേ ഉറപ്പിക്കല്ലേ? 6-ാം തീയതി മജീദ് പറഞ്ഞു. അല്ല, നിങ്ങള് അങ്ങനെ ഉറപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നുകൂടി നിങ്ങളോട് നേരത്തെ നിങ്ങളോട് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചു വിളിച്ചാണ്. അതെ അതെ, ഉറപ്പിക്കാം ഇൻഷാല്ലാ. ഇനി മാറ്റൊന്നുമില്ലല്ലോ അല്ലേ? മാറ്റൊന്നുമില്ല ഇൻഷാല്ലാ. പിന്നെ കൊപ്പത്ത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം ഇൻഷാല്ലാ. ഇപ്പോൾ നിങ്ങൾ ഹുസൈൻ സാഹിബിന്റെ വോയിസ് കൃത്യമായി 6-ാം തീയതി നമുക്ക് സംവാദം നടത്താമെന്ന ഉറപ്പ് അദ്ദേഹം നൽകിയത് നിങ്ങളെല്ലാം കേട്ടു. ഈ 6-ാം തീയതി നടത്താമെന്ന് പറഞ്ഞ ഉറപ്പ് പിന്നീട് അവരുടെ ചില അസൗകര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരുടെ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, പങ്കെടുക്കുന്ന മൗലവിമാരുടെ ചില അസൗകര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവർ മറ്റൊരു തീയതിയിലേക്ക്, അതായത് ജൂലൈ 13-ാം തീയതിയിലേക്ക് മാറ്റിവെക്കണം, നീക്കിവെക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ 6-ാം തീയതിയിൽ നിന്ന് 13-ാം തീയതിയിലേക്ക്, ആദ്യം 6-ാം തീയതി സംവാദം നടത്താമെന്ന് നമുക്ക് വാക്ക് നൽകുകയും 6-ാം തീയതിയിൽ നിന്ന് പിന്നീട് 13-ാം തീയതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ നമ്മൾ മുജാഹിദുകൾ സംവാദത്തിൽ നിന്ന് മുങ്ങി, അല്ലെങ്കിൽ മുജാഹിദുകൾ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ അപ്രകാരം ഒരു പ്രചരണം നടത്തുകയോ ചെയ്തോ? നമ്മൾ അപ്രകാരം ഒരു പ്രചരണം നടത്തിയില്ലല്ലോ. നമ്മൾ അപ്രകാരം ഒരു പ്രചരണം നടത്താൻ ഇന്നലെ മുജാഹിദുകൾ ചെയ്തതുപോലെയുള്ള ഒരു കോപ്രായം എന്തുകൊണ്ട് നമ്മൾ അതിന് മുതിർന്നില്ല? അതൊരിക്കലും നമ്മുടെ ഒരു ശൈലിയല്ല. നമുക്കതിന്റെ ആവശ്യമില്ല. ചില അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സൗകര്യപ്പെടുന്ന ഒരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുക എന്നത് ഏതൊരു പരിപാടിയാണെങ്കിലും ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും. അതുപോലെ നമ്മൾ ഇതിനെയും ഉൾക്കൊള്ളുകയും മുജാഹിദുകളുടെ അസൗകര്യം മനസ്സിലാക്കുകയും അപ്രകാരം 13-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. അത് നമുക്ക് ഹുസൈൻ സാഹിബിന്റെ വോയിസിൽ നിന്ന് തന്നെ നമുക്ക് അതൊന്നുകൂടി കേൾക്കാം. ഹലോ ഹലോ, പിന്നെ ഞാൻ കൊപ്പത്തുനിന്നുള്ള ഹുസൈനാണ്. മനസ്സിലായി. മജീദ് വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു. 13-ാം തീയതി ആക്കാന്ന് പറഞ്ഞു അല്ലേ? എന്താന്നറിയാം, മൂപ്പർക്ക് PSC എക്സാം ഉണ്ട്, അതുകൊണ്ട് മാറ്റിയതാണ് കേട്ടോ.
ഇൻഷാ അല്ലാ 13-ാം തീയതി ഉറപ്പല്ലേ? 13-ാം തീയതി ഉറപ്പാണ്, ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവില്ല. എന്നാൽ അതോടുകൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ വ്യവസ്ഥയിൽ പറഞ്ഞത് പ്രകാരം ചെറിയ രീതിയിൽ ഒരു ഹാളിൽ വെച്ചുകൊണ്ട് നമുക്ക് നടത്താമെന്ന് വ്യവസ്ഥയിൽ പറയുകയും അതോടൊപ്പം നമ്മൾ ഇരുപക്ഷത്തിന്റെയും ആളുകൾ KNM പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മുജാഹിദുകൾ ആ സംവാദത്തിൽ പങ്കെടുക്കുന്നത് എന്നോ, അല്ലെങ്കിൽ സുന്നി പക്ഷത്തിൽ നിന്ന് പങ്കെടുത്തവർ AP സുന്നി പക്ഷത്തെ അതിന്റെ ഔദ്യോഗികമായി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സംവാദം നടത്തുന്നത് എന്നോ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, അങ്ങനെ നടത്തേണ്ടതില്ല, അങ്ങനെയല്ല നാം സംവാദം നടത്തുന്നത്. മറിച്ച് തീർത്തും അനൗദ്യോഗികമായിട്ടാണ് നാം ഈ സംവാദം നടത്തുന്നത് എന്ന് പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നതല്ല, മൗലവിയുടെ തന്നെ ഇന്നലെ അവരിറക്കിയ വീഡിയോയിൽ വളരെ വ്യക്തമായി അക്കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോയിലും അതുപോലെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ വോയിസുകളിലും മുജാഹിദ് പക്ഷത്ത് നിന്ന് പങ്കെടുത്ത റഷീദ് മൗലവി ഉൾപ്പെടെയുള്ളവരുടെ വ്യത്യസ്തങ്ങളായ വോയിസുകളിലും അക്കാര്യം നമുക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഇന്നലെ ഇറക്കിയ വീഡിയോയിൽ അക്കാര്യം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത ആളുകൾ ഷാഹിദ് ഹസനിയാണ് ഒരാൾ അബ്ദുസലാം നിസാമിയാണ്, ഒരാൾ അബ്ദുൾ റഷീദ് അൽ ഹസനിയാണ്, പിന്നെ മുഹമ്മദ് അലി മുസ്ലിയാരാണ്. ഇവര് 4 പേരും പരിചയപ്പെടുത്തിയത് ഞങ്ങൾ AP വിഭാഗം പണ്ഡിതന്മാരും പ്രവർത്തകരുമാണ് എന്ന നിലയിൽ തന്നെയാണ്. ഞങ്ങൾ പോയത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ അനുഭാവികൾ എന്ന നിലയിലും. പക്ഷേ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞിരുന്നു, ഇത് ഒരിക്കലും സംഘടനയുടെ ലെറ്റർ പേഡിലുള്ള ഒരു സംവാദമല്ല, പക്ഷേ 2 പ്രവർത്തകർ KNM-ന്റെയും AP വിഭാഗത്തിന്റെയും പ്രവർത്തകർ തമ്മിൽ നടക്കുന്ന സംവാദം തന്നെയാണെന്ന് വ്യവസ്ഥയിലും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വീഡിയോയും. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഇന്നലെ വീഡിയോ ഇറക്കിയതിൽ നിന്നും അവർ പറഞ്ഞിട്ടുള്ളത്, സുന്നികളായ ഞങ്ങൾ സംവാദത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി, സംവാദത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലൈവിടുകയും അതുപോലെ പോസ്റ്റ് ഇറക്കുകയും ചെയ്തു. സത്യത്തിൽ ആരാണ് ഈ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞത്? ഇത് ഒഴിയാനുള്ള ശ്രമം ഞങ്ങൾ വ്യവസ്ഥ എഴുതി മുജാഹിദ് വിഭാഗവും സുന്നി വിഭാഗവും പിരിഞ്ഞ ആ നിമിഷം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അവരവിടെ നിന്ന് കാറിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു. കാറിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് അവർ ആ കാറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്തപ്പോ എന്താ അവർ പറഞ്ഞത്? വ്യവസ്ഥകളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല, വ്യവസ്ഥ നോക്കിയിട്ട് നമ്മൾ സംവാദം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് പറയുന്ന ആ വോയിസ് നിങ്ങളൊന്ന് കേൾക്കാം. സംവാദത്തിൽ കിടന്ന് കെട്ടിമാറിയല്ലോ, ഈ വ്യവസ്ഥ കിടന്ന് കെട്ടിമാറിയല്ലോ. വ്യവസ്ഥത്തെ സംവാദം വരുന്നതോടുകൂടി മാറി. ആരെ വ്യവസ്ഥ നോക്കുന്നത്? സംവാദം വന്നാൽ പിന്നെ അതിലേക്ക് കംപ്ലീറ്റ് അല്ലെങ്കിൽ അതിമൊക്കെ ഒരു ശ്രദ്ധ തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സംവാദത്തിൽ ഈ വ്യവസ്ഥ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയലുണ്ടോ? ഈ സംവാദം വന്നാൽ പിന്നെ അപ്പട്ട വെച്ചിട്ട് എവിടേക്കൊക്കെ ചർച്ച പോകും. ഇവരുടെ ഈ ആളുകളുടെ ഇടയിൽ ഇതൊന്ന് ബോധ്യപ്പെട്ടു നമുക്ക് അത്ര ആവശ്യമുള്ളൂ. കാരണം ഇത് മാത്രമല്ല, നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളും പറയണം. എങ്ങനെയെന്ന് നിങ്ങള് ഒരു മറ്റേതായിട്ട് എത്ര ആണ്. അപ്പോൾ വ്യവസ്ഥ എഴുതി പോയ ഉടനെ തന്നെ ആ വ്യവസ്ഥകളൊന്നും അംഗീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൂടെ വന്ന ഈ റഷീദ് മൗലവിയുടെ കൂടെ വന്ന ആളുകൾക്ക് നിർദ്ദേശം നൽകുന്നതാണ് നാം ഇപ്പോൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇനിയോ അവർ നിർത്തിയോ? ഈ വ്യവസ്ഥ ലംഘനം പിന്നീടും അവർ ആവർത്തിക്കുകയാണ്. സംവാദത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടി, സംവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന നിലക്ക് ഇവരെന്ത് ചെയ്യുകയാണ്? ആ വ്യവസ്ഥ വീണ്ടും ലംഘിക്കുകയാണ്. എന്നാൽ ഈ റഷീദ് മൗലവിയും അതുപോലെ തന്നെ അവിടെ വീഡിയോക്ക് ഇരുന്ന മജീദ് മൗലവിയും കൂടി പറഞ്ഞത് എന്താണ്? സുന്നികൾ എന്താ ആകെ പേടിച്ചുപോയി, സുന്നികൾ പേടിച്ച് ഇനി ഒരിക്കലും ഞങ്ങൾ സംവാദത്തിന് സുന്നികൾ മുജാഹിദുമായിട്ട് വരികയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചു. എന്നാൽ നോക്കൂ നിങ്ങളെ, സംവാദത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ ഒരു സംഘടനയുടെ സാലരിയല്ല പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിനനുസരിച്ചുകൊണ്ട് തന്നെ ഇവര് ആ വിഷയമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സുന്നി മുജാഹിദ് എന്ന് എഴുതാൻ പാടില്ല,
സുന്നി എന്ന് മുജാഹിദ് എന്ന് എഴുതാൻ ആ ബാനറിൽ പാടില്ല, അവിടെ സമസ്ത മുജാഹിദ് എന്ന് എഴുതണം. ഞങ്ങൾ മാത്രമാണ് യഥാർത്ഥ സുന്നികൾ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒഴിയാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഇതിന്റെ മുമ്പിലുള്ള ഒരു ഗൂഢാലോചനയുണ്ട്. എന്താണ് ആ ഗൂഢാലോചന? മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സലഫികൾ, മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിലേക്കും ISSലേക്കും ആളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ആ സുന്നി എന്ന ആ ഒരു നാമം പേറിക്കൊണ്ട് മുജാഹിദ്, സലഫി എന്ന് പറയുന്ന ഈ നാമത്തെ അവർ എടുത്തു മാറ്റാനുള്ള ഒരു ശ്രമം കൂടി നടത്തിക്കൊണ്ട് അവർ പറയുകയാണ് സുന്നി മുജാഹിദ് എന്ന് എഴുതണ്ട, സമസ്ത മുജാഹിദ് എന്ന് എഴുതിയാൽ മതി എന്ന്. അങ്ങനെ ഇത് നമ്മൾ വിട്ടുകൊടുക്കോ? നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഈ തന്ത്രം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത് ഇവർ ആ തന്ത്രം അറിയുന്ന ആ ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് മുജാഹിദ് സംസ്ഥാന, അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് അവര് പറഞ്ഞിരിക്കുന്നു. അതായത് മുജാഹിദ് സംസ്ഥാനം വെക്കണ്ട, നിങ്ങള് ഒരു ആദർശ സംവാദം എന്ന് വെക്കാം. അതാരും ഒരു പേരും ഇല്ലാതെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് അവര് പറഞ്ഞ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ലേബലായിട്ട് നമുക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഇത് അതില്ലാത്തതുകൊണ്ട് നമ്മള് വ്യവസ്ഥയിൽ എഴുതിയത് അങ്ങനെയാണ്, അത് അങ്ങനെ എഴുതണം. ഔദ്യോഗികമായിട്ട് പറയുമ്പോഴേ ഇവനെ എന്തൊക്കെ അതായത് നമ്മൾ ഈ സുന്നി മുജാഹിദ് സംവാദം എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അത് സംഘടനാപരമായിട്ട് തന്നെ പിന്നെ അത് വരും. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ സംഘടനാപരമല്ല, സമസ്ത KNM എന്ന് പറഞ്ഞ സംഘടനയാവും. സംഘടന എന്ന് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളാണ് സുന്നികൾ എന്നാണ്. പക്ഷെ ഇത് ഇനിയിപ്പോ ഞങ്ങളെ തീരുമാനം മൊത്തത്തില് ഇനിയിപ്പോ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയണേ, ഇനി ഒരു സംവാദത്തിലും ഞങ്ങൾ എന്തുണ്ടാവില്ല, സുന്നി മുജാഹിദ് ഇപ്പൊ ഇതുവരെ എഴുതി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷെ ഇനി നമ്മളെ അഭിപ്രായം, ഞങ്ങളെ തീരുമാനം സുന്നി മുജാഹിദ് നമ്മൾ ഒരിക്കലും ഒന്നുകിൽ എഴുതുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ, ബാനർ ഒന്നുകിൽ ഒന്നുമില്ല, ഓപ്പൺ സ്റ്റേജ്, ആരതും ഒന്നും എഴുതുന്നില്ല. അതല്ല എഴുതണം, ഒന്നുകിൽ ആദർശ സംവാദം എന്ന് മാത്രം എഴുതുക, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളിപ്പോ അതിലേക്ക് പോകേ വേണ്ട. നമ്മുടെ രണ്ടുപേരുടെയും ഓൺലൈൻ ഇതുണ്ടാവുമല്ലോ, എന്ത് ലിങ്ക് പോവുമല്ലോ, നമ്മള് നിങ്ങളും നമ്മളും ലിങ്കുകൾ ചെയ്യുമല്ലോ, അതിൽ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ എന്ത് ചെയ്താ നമുക്ക് എഴുതി ചേർക്കാം. എഴുതാൻ പാടില്ല. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കും എഴുതാം, നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ പാടില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? സുന്നി മുജാഹിദ് എന്ന് എഴുതാൻ പാടില്ല, മുജാഹിദ് സമസ്ത എന്നാണ് എഴുതേണ്ടത്. യഥാർത്ഥത്തിൽ സുന്നികൾ ഞങ്ങൾ തന്നെയാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിൽ, സമസ്ത മുജാഹിദ് എന്ന് എഴുതിയിട്ടില്ല എങ്കിൽ ഈ സംവാദത്തിൽ നിന്നും ഞങ്ങൾ പിൻവലിയുകയാണ്, ഈ സംവാദത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് കോൾ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ മൗലവിമാര് തന്നെ അതിന് സന്നദ്ധരല്ല എന്നാണ് പറഞ്ഞത്. അതെ, മൗലവിമാര് തന്നെ സന്നദ്ധരല്ല. അതെ, മൗലവിമാര് തന്നെ ഇതിന് സന്നദ്ധരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് കോൾ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്താ നമ്മള് പറഞ്ഞ സുന്നി മുജാഹിദ് സംവാദം എന്ന് പറഞ്ഞല്ലോ, അത് അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. അതെ, നമ്മള് ഇതില് നിങ്ങളിപ്പോ ആ വ്യവസ്ഥയിലുള്ളത് അവിടെ വായിക്കാം. നമ്മളിപ്പോ അവിടെ ബാനർ വെക്കാൻ നമ്മൾ ഇതിലില്ലല്ലോ. സംവാദമാകുമ്പോ ഞാൻ വീഡിയോ നിങ്ങൾ കൊടുത്തോളി. സുന്നി ഞങ്ങൾ കൊടുത്താൽ പോരാ, ബാനറിൽ സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥ നിങ്ങൾ എഴുതി ചേർത്തോളി. അതിന്റെ പിന്നിൽ എഴുതണം. അത് നിങ്ങൾ ഭയക്കണ്ട, നിങ്ങളത് ആലോചിച്ചിട്ട് തീരുമാനം പറയൂട്ടോ. അല്ലല്ല, കൂട്ടത്തിൽ നിങ്ങൾ പോരെ, വേറെ ഒന്നുമില്ല. ഈ വിഷയം നമ്മൾ അന്ന് വ്യവസ്ഥക്കിരിക്കാൻ വന്നിട്ടുള്ള മുജാഹിദ് പ്രവർത്തകരായ മജീദിനെയും അതുപോലെ തന്നെ ഹുസൈൻ എന്ന് പറയുന്ന ഒരു മുജാഹിദ് പ്രവർത്തകനെയും ഞങ്ങൾ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മജീദും അതുപോലെ തന്നെ ഹുസൈനും ഈ റഷീദിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ മജീദ് മൗലവിയെയും കൂടി കണ്ടു. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവരാകെ പ്രതിസന്ധിയിലായി. ഇത് നമ്മുടെ ഈ പരിപാടി, ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണം എന്നുള്ള ആ പരിപാടി ഇനി നടക്കുകയില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് അവർ സമ്മർദ്ദത്തിലായപ്പോൾ വീണ്ടും അവർക്ക് എന്താ ചെയ്തിരുന്നു,
അവരോട് പറയേണ്ടി വന്നു. എന്ത് പറഞ്ഞു? അല്ല, സുന്നി മുജാഹിദ് എന്ന് തന്നെ ഇതാ, അത് നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയത് തന്നെയാണല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, അത് ഞങ്ങൾ ഉറപ്പു തരുന്നു, ഞങ്ങൾ അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയുന്നു എന്ന് പറഞ്ഞു അവര്. എന്നിട്ട് നമ്മളോട് സമ്മതിച്ചു. ആ പറയുന്ന ക്ലിപ്പ് കൂടി ഒന്ന് നിങ്ങൾ കേൾക്കൂ. ഞാന് ഹുസൈനാണ് കൊപ്പത്തുനിന്ന്. മനസ്സിലായി. പിന്നെ ഇന്നലെ ഇയാള് വിളിച്ചിരുന്നു, റഷീദ് മൗലവി. ഞാൻ വിളിച്ചിട്ട് ഇന്നലെ ഒരു പുതിയൊരു തീരുമാനം പറഞ്ഞു. അതായത് ഇങ്ങനെ സുന്നി മുജാഹിദ് എന്ന് എഴുതാൻ പാടില്ല, അങ്ങനെ സ്റ്റേജിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവര്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു അത് ഇനി മുതൽ ഞങ്ങളെ തീരുമാനം അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു തീരുമാനം ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ തീരുമാനം ഒന്ന് നമ്മള് വ്യവസ്ഥയിൽ തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥ. അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കൊണ്ട് അച്ഛനെ, അതിനെ പ്രശ്നമില്ല. സുന്നി മുജാഹിദ് തന്നെ എഴുതിക്കൊണ്ട് ഇനി അവർ തീരുമാനം എന്താ വെച്ചാൽ ആയിക്കോട്ടെ. അത് തീർത്ത് നിങ്ങൾ പറഞ്ഞ് അതിന്റെ ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം. അത് ഞാൻ അതിന്റെ പോസ്റ്റ് സുന്നി മുജാഹിദ് സംവാദം എഴുതിയ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതുപോലെ ഞങ്ങള് ആ വേദിയിൽ അത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ആ പരിപാടി നമ്മൾ ആരംഭിക്കുള്ളൂ. അല്ല, ആ വേദിയിലുണ്ടാവും. അതിന്റെ പോസ്റ്റ് ഇപ്പൊ ഇറക്കും, ഞങ്ങളിപ്പോ ഇന്നോ നാളായിട്ട് ഇറക്കും. അല്ല, അതല്ലാത്ത പോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് വേദിയിലും ഉണ്ടാവും ഇൻഷാല്ലാ. അതല്ലാത്ത പോസ്റ്റർ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് പിന്നെ ഞാൻ പിന്നെ പറഞ്ഞ ക്യാൻസൽ ആയിക്കൊണ്ട് നോ പ്രോബ്ലം. അതല്ലാത്ത പോസ്റ്റർ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറഞ്ഞത്. പോസ്റ്റ് ഉണ്ടാവില്ല, നമ്മുടെ സംവാദം നടക്കണം. അതെ, ഈ രീതിയിൽ തന്നെയാണ് സുന്നി മുജാഹിദ് സംവാദം, കൊപ്പം സംവാദം. അതെ. അപ്പൊ അത് നിങ്ങളൊരു ഉറപ്പ് എനിക്ക് എങ്ങനെ കിട്ടും? അത് 100% ഞാൻ ഉറപ്പ് തരാം. അത് ഞാൻ പോസ്റ്റ് എഴുതിയിട്ട് ആ പോസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. അതെ, അപ്പൊ ആ പരിപാടിയുടെ വേദിയിൽ അത് ഞങ്ങൾ കണ്ടിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ആ പരിപാടി. നിങ്ങൾ ഒരു ആഴ്ച മുമ്പ് വന്നിട്ട് സ്ഥലമൊക്കെ ഒന്ന് കണ്ടു വരാന്ന് പറഞ്ഞു. അത് കാണാം. അതിന്റെ ഇടക്കാണല്ലോ ഇപ്പൊ ഇതിങ്ങനെ, അതിന്റെ ഇടക്കാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു പുതിയ തീരുമാനം അദ്ദേഹത്തിലിരുന്ന് നമ്മൾ കേട്ടത്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞ ശരിയായിക്കൊണ്ട് നമുക്ക് സംഗതി നടക്കണം. അതിന്റെ 100% ഞാൻ ഉറപ്പ് തരാം എനിക്ക്. അപ്പൊ നിങ്ങളത് ഉറപ്പ് തരിക മാത്രമല്ല, ഞങ്ങളത് വന്ന് ആ പരിപാടിയുടെ സമയത്ത് അത് കൃത്യമായി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പരിപാടി ആരംഭിക്കുള്ളൂ. അപ്പൊ പിന്നെ അത് തലേദിവസം ചിലപ്പോ പോസ്റ്റ് റെഡി ആവുള്ളൂ, പിന്നെ ബാക്കിലുള്ള പോസ്റ്റ്. അതെ. പക്ഷെ അത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ സംവാദം തുടങ്ങുള്ളൂ. അത് ആ സമയത്ത് പിന്നെ ഞാൻ അത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യം ഇല്ല. അത് നമുക്ക് കേട്ടല്ലോ നിങ്ങള്, നമ്മളിത് പറഞ്ഞു. 100% സുന്നി മുജാഹിദ് എന്ന് തന്നെ എഴുതിക്കൊണ്ട് നമുക്ക് സംവാദം ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് നമ്മൾക്ക് ഹുസൈൻ ഉറപ്പ് തന്നിരിക്കുകയാണ്. അങ്ങനെ ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും അതുമായി മുന്നോട്ട് നീങ്ങി അവർ വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. വീണ്ടും ഇനി എന്ത് മനയും, ഞങ്ങൾ ഇനി എന്ത് മനയും? റഷീദ് മൗലവിയും അതെ വലിയ ആനത്തലയോളം വലിയൊരു സംഭവമായി സോഷ്യൽ മീഡിയയിലൂടെ ഇവർ സാധാരണ പറയാറുള്ളതാണ്, സുന്നി മുജാഹിദ് എന്ന് എഴുതാൻ പാടില്ല. ഇനിയിപ്പോ പുതിയൊരു തന്ത്രമാണ്, അതവരുടെ ഒരു ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെ അതിന്റെ ഭാഗമായി നമ്മോട് അത് ഇറക്കി നോക്കിയതാണ്. അതിവിടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന മിഥ്യാധാരണയോടുകൂടെ റഷീദ് മൗലവിയും മജീദ് മൗലവിയും അത് പറഞ്ഞു നോക്കിയപ്പോൾ, പക്ഷേ ഇവിടുത്തെ പ്രവർത്തകരായിട്ടുള്ള ഹുസൈൻ സാഹിബിന്റെയും അതുപോലെ മജീദ് സാഹിബിനെ പോലെയുള്ളവരുടെ ഇടപെടലും സമ്മർദ്ദവും മൂലം റഷീദ് മൗലവിക്ക് തന്റെ ആ ഗൂഢമായ ലക്ഷ്യത്തിൽ നിന്ന്, അതുപോലെ മജീദ് മൗലവി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇവിടെ സംവാദത്തിന്റെ ഇടയിൽ വന്നിരുന്ന ആ മൗലവി, അദ്ദേഹത്തിനും അതുപോലെ മറ്റു മൗലവിമാരും എല്ലാവരുടെയും നിർദ്ദേശമുള്ളതിന് എല്ലാവർക്കും ആ ഗൂഢലക്ഷ്യത്തിൽ നിന്ന് പത്തിമടക്കി പിന്മാറേണ്ടി വന്നു. പത്തിമടക്കി പിന്മാറുകയും ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സംവാദത്തിന് വരാൻ നിർബന്ധിതരാവുകയാണ്. അതെ, പിന്നീട് ആ ഒരു ശ്രമം അവർ പരാജയപ്പെട്ടു എന്ന് അവർക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ പിന്നീട് ഈ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അടുത്ത ഒരു
തന്ത്രം പയറ്റുകയാണ്. എന്താണ് ആ തന്ത്രം? നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ മുജാഹിദ് സുന്നി എന്ന് തന്നെ എഴുതണം, മുജാഹിദ് സുന്നി എന്ന് എഴുതണം. സമസ്ത എന്നത് ഇതിലേക്ക് വലിച്ചേക്കാൻ പാടില്ല. കാരണം അത് ഒരു സംഘടനയുടെ ചാനലിലല്ല നമ്മൾ നടത്തുന്നത്. അത് അവരും സമ്മതിച്ചതാണ്, നേരത്തെ നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇവരെന്ത് ചെയ്തു? അതിന് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഈ സംവാദത്തിൽ നിന്നും മുടങ്ങിക്കിട്ടണം, എങ്ങനെയെങ്കിലും ഒന്ന് ഇതിന് കഴിച്ചിലാവണം എന്ന നിലയ്ക്ക് വീണ്ടും അവർ പോസ്റ്റ് ഇറക്കിയാണ് സമസ്ത മുജാഹിദ് സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്താക്കി? അവരൊരു പൂർണ്ണമായിട്ടും വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? 100% നമുക്ക് ഉറപ്പ് നൽകിയ ഹുസൈൻ സാഹിബിന്റെ ആ ഉറപ്പും അതോടുകൂടി കാറ്റിൽ പറക്കപ്പെടുകയാണ്. അദ്ദേഹം തന്ന ഉറപ്പും ആ ഉറപ്പിനെ എല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും വ്യവസ്ഥാ ലംഘനം നടക്കുകയാണ്. വ്യവസ്ഥാ ലംഘനം നടത്തുമല്ലോ, കാരണം നേരത്തെ വ്യവസ്ഥ കഴിഞ്ഞ് വാഹനത്തിൽ കയറിയ ഉടനെ തന്നെ ഈ മൗലവി തന്റെ കൂടെയുള്ള ആളുകൾക്ക് നൽകുന്ന നിർദ്ദേശം, വ്യവസ്ഥയൊന്നും നമ്മൾ പാലിക്കേണ്ടതില്ല, അതുപോലെ നമ്മള് വ്യവസ്ഥയൊക്കെ ആര് നോക്കാനാണ്, അതൊക്കെ ആര് കേൾക്കാനാണ്, അതൊക്കെ ആരാണ് നോക്കാറുള്ളത്, അതൊന്നും നമ്മൾ പാലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൂടെയുള്ള ആളുകളോട് നിർദ്ദേശം നൽകിയ മൗലവിയാണ് ഈ റഷീദ് മൗലവി. അത് തന്നെയാണ് ഇവർ ഈ വ്യവസ്ഥാ ലംഘനം പല ആവർത്തി ഇവർ ചെയ്യാനുള്ള കാരണം. എന്നാൽ ഇയാളുടെ കയ്യിൽ എന്താണ് ആകെ ഈ സംവാദം നടത്താനുള്ള മുതൽക്കൂട്ടായിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്, അതും അദ്ദേഹം വ്യവസ്ഥ കഴിഞ്ഞു പോകുന്ന അന്ന് അദ്ദേഹം തന്റെ കൂടെയുള്ള ആളുകളോട് ആ കാറിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് ഡയലോഗ് അടിക്കണം എന്നാണ്. നമുക്ക് കുറച്ച് ഡയലോഗ് അടിക്കണം. അതായത് സുന്നികളെ പരാജയപ്പെടുത്താൻ ഡയലോഗ് കൊണ്ട് നേരിടണം. പാവപ്പെട്ട വിശ്വാസികളായ ആളുകളെ ഡയലോഗിലൂടെ വാചക കസർത്തു നടത്തിയിട്ട് പറ്റിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ റഷീദ് മൗലവി ഉൾപ്പെടെയുള്ള റഷീദ് മൗലവിയുടെ നിർദ്ദേശപ്രകാരം മറ്റു മുജാഹിദുകൾക്ക് കൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ നേരിട്ട് അവരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ, അവരുടെ സംസാരം വളരെ വ്യക്തമായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടെ നമുക്ക് കേൾക്കാം. ഇവരുടെ ഈ ആളുകളുടെ ഇടയിൽ ഇതൊന്ന് ബോധ്യപ്പെട്ടു നമുക്ക് അത്ര ആവശ്യമുള്ളൂ. കാരണം ഇത് മാത്രമല്ല, നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളും പറയണം. എങ്ങനെയെന്ന് നിങ്ങള് ഒരു മറ്റേതായിട്ട് എത്ര മോശം പരിപാടിയാണ് എന്റെ മുസ്ലിംമാരെ അള്ളാഹിനോട് തേടുന്ന തേട്ടൊക്കെ നിങ്ങൾ ഈ മയ്യത്തായി പോയ മനുഷ്യന്മാരെ പരിപാടി. കുറച്ച് ഡയലോഗുകളും കൂടി എന്ത് ചെയ്യണം നമ്മളവിടെ. കാരണം ആളുകൾക്ക് ഇത് എന്ത് ചെയ്യണം, സംവാദം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അവര് ഇതുപോലെയുള്ള സുന്നി മുജാഹിദ് എന്ന് എഴുതുന്നതിന് പകരമായിക്കൊണ്ട് സമസ്ത മുജാഹിദ് എന്ന് പറയുന്ന പോസ്റ്റർ ഇട്ടു എന്നുള്ള വിവരങ്ങൾ പറഞ്ഞല്ലോ. അതിനടിസ്ഥാനത്തിൽ ഈ വിഷയവും ഞങ്ങൾ എന്താക്കി, അവിടെ അവരെ ഈ സംവാദത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ള, സംവാദത്തിന് കാരണക്കാരായിട്ടുള്ള, അത് സംവാദത്തിന്റെ വ്യവസ്ഥയിൽ വന്നിട്ടുള്ള ഈ മജീദിനെയും അതുപോലെ തന്നെ ഹുസൈനെയും ഞങ്ങൾ അറിയിച്ചു. ഇവരെ ഞങ്ങൾ അറിയിച്ചു. ഈ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിൻവലിക്കാം, അത് അങ്ങനെ ആയിപ്പോയതാണ്, അതിങ്ങനെ വന്നു പോയതാണ്, അത് ചെയ്യാൻ പാടില്ലല്ലോ, അതെന്താണ്, അതങ്ങനെ ചെയ്യാൻ ശരിയല്ലോ, നമ്മൾ ഇങ്ങനെ എഴുതിയതല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് അവര്. ആ പറയുന്നത് കൂടി ഒന്ന് കേട്ടോളൂ. ഇപ്പൊ ഇറക്കും, ഞങ്ങളിപ്പോ 1 നാളായിട്ട് ഇറക്കും. അല്ല, അതല്ലാത്ത പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അത് വേദിയിലും ഉണ്ടാവും. അതല്ലാത്ത പോസ്റ്റർ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് പിന്നെ ഞാൻ പിന്നെ പറഞ്ഞ ക്യാൻസൽ ആയിക്കൊണ്ട് നോ പ്രോബ്ലം. അതല്ലാത്ത പോസ്റ്റർ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറഞ്ഞത്. പോസ്റ്റർ ഉണ്ടാവില്ല, നമുക്ക് സംവാദം നടക്കണം. അതെ, ഈ രീതിയിൽ തന്നെയാണ് സുന്നി മുജാഹിദ് സംവാദം, കൊപ്പം സംവാദമോ. അതെ അതെ. അപ്പൊ അത് നിങ്ങളൊരു ഉറപ്പ് എനിക്ക് എങ്ങനെ കിട്ടും? അത് 100% ഞാൻ ഉറപ്പ് തരാം. അത് ഞാൻ പോസ്റ്റ് എഴുതിയിട്ട് ആ പോസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. അതെ. അങ്ങനെ ഹുസൈൻ സാഹിബിന്റെ ഉറപ്പ് നമ്മൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, അഥവാ ഇനി അങ്ങനെ വ്യവസ്ഥാ ലംഘനം ഉണ്ടാവുകയില്ല, 100% ഉറപ്പ് നൽകുന്നു. സുന്നി മുജാഹിദ് എന്നത് തിരുത്തി എഴുതിയുള്ള പ്രചരണം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ഹുസൈൻ സാഹിബ് വാക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് സംവാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ വീണ്ടും പുനർനിശ്ചയിക്കേണ്ടി വരും എന്ന് അദ്ദേഹത്തിനോട് താക്കീത് നൽകുകയും മേലിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുകയും അദ്ദേഹം അതിന് 100% നമുക്ക് ഉറപ്പ് നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും
ആ പ്രദേശങ്ങളിലുള്ള ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഈ സംഘാടക സമിതി അംഗങ്ങൾ തന്നെ, വ്യക്തമായി പറഞ്ഞാൽ ഈ മജീദ് തന്നെ അദ്ദേഹം വ്യക്തമായി ഒഫീഷ്യൽ നെയിം ഉപയോഗിച്ചുകൊണ്ട് സമസ്ത എന്നും അതുപോലെ AP സമസ്ത എന്ന് തന്നെ വ്യക്തമാക്കി കൊണ്ടുള്ള സംഘാടക സമിതിയുടെ സന്ദേശം ടെക്സ്റ്റ് മെസ്സേജായി തന്നെ എഴുതിയിട്ടുള്ള സന്ദേശം ഉൾപ്പെടെ അവർ വീണ്ടും പ്രചരിപ്പിക്കുന്നത്. അത് വീണ്ടും പ്രചരിപ്പിക്കുകയും ആ സന്ദേശത്തിൽ വലിയ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. ഒന്നാമതായി സുന്നികളുടെ വാദമായി എഴുതിയിട്ടുള്ള, പ്രത്യേകമായി വാദത്തിന്റെ ഭാഗമായി എഴുതിയ മഹാന്മാരായ ഇമാമിങ്ങൾ ഷിർക്ക് പ്രചരിപ്പിച്ചവരല്ല എന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ, വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് എഴുതിയ വാദത്തിന്റെ ഭാഗം അതിൽ നിന്ന് കട്ടുമാറ്റുകയും അതിൽ നിന്ന് മുറിച്ചു മാറ്റുകയും അതോടൊപ്പം സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒഫീഷ്യൽ നെയിം ഉപയോഗിച്ച് നേരത്തെ തന്ന വാക്കുകൾ മുഴുവനും ലംഘിച്ചുകൊണ്ട് ഈ സംഘാടക സമിതിയുടെ തന്നെ അത് കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെ ഇത് പോസ്റ്റ് ചെയ്യുകയാണ്. ഇതുപോലെ കളവും വഞ്ചനയും മാത്രം നടത്തുന്നവരാണ് അവര്. ഈ KNM എന്നുള്ള പേര് യഥാർത്ഥത്തിൽ അതിന്റെ ഫുൾ ഫോം എന്താന്നുള്ള വിശദം പറയുന്നത് കേരള നുണാ മുന്നണി. അത് യഥാർത്ഥമാകുകയാണ്. എന്താ വീണ്ടും നിങ്ങളൊക്കെ പോസ്റ്റർ ഇട്ട ഈ മൗലിമാർ പിന്നെ പറയുന്നത് എന്താ, ഞങ്ങൾ അങ്ങനെ പോസ്റ്റർ ഇട്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പോസ്റ്റർ ഇട്ടിട്ടേ ഇല്ല. അത് ആരെങ്കിലും ഒക്കെ എഴുതി വിട്ടതായിരിക്കും, എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ എഴുതി വിട്ടതായിരിക്കും എന്ന വ്യാജേന കളവ് പറയാണ് കേരള നുണാ മുന്നണി എന്ന KNM. ആരോ സോഷ്യൽ മീഡിയകളിൽ ഒരു സമസ്ത മുജാഹിദ് സംവാദം എന്ന് എഴുതി ഒരു പോസ്റ്റർ ആരോ ഇട്ടു, ഏതോ ഒരു പ്രവർത്തകം ഇട്ടു എന്നതിന്റെ പേരിൽ ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ മാത്രവുമല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് അങ്ങനെയൊക്കെ കളവ് പറഞ്ഞതിന് ശേഷം പിന്നീട് അയാൾ പറയുകയാണ്, എന്താണ് ആ റഷീദ് മൗലവി എന്ന് പറയുന്ന ആൾ പറയുന്നത്, അത് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിരുന്നു, അതെങ്ങനെ ലീക്കായത് ഞങ്ങൾക്കറിയില്ല. അവരുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോസ്റ്റ്, ആ പോസ്റ്റ് അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വാട്സപ്പ് വഴി ലീക്കായിട്ട് അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനും വലിയ ബണ്ടൽ എന്താണ് ലോകത്ത്. അത് അവര് പറയുന്ന ആ കളവൊന്നും കേട്ടോളൂ. രണ്ടാമത് വന്ന ഇത് ശരിയാണ്, നമ്മളത് നമ്മളൊക്കെ അടിച്ചു വെച്ചത് അറിയാതെ ലീക്കായി പോയതാണ്. നമ്മളാരും ചെയ്ത് നമ്മൾ കൂടുതലല്ല. ഇപ്പം ഞാൻ നിങ്ങളെ ഒരുപാട് ഗ്രൂപ്പിലില്ലേ, ഞാൻ എല്ലായിടത്തും നമ്മൾ സുന്നി മുജാഹിദ് എന്നുള്ള നമ്മുടെ റിനേ ടിവിയുടെ അത് പരസ്യം ഇട്ടിട്ടുള്ളൂ, എല്ലായിടത്തും അത് തന്നെ ഇട്ടത്. പക്ഷേ ഇത് ഇങ്ങനെ ലീക്കായി എന്നുള്ളത് ശരിയാണ്. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് ലീക്കായി എന്നുള്ളത്. പക്ഷെ നമ്മളെല്ലായിടത്തും ഔദ്യോഗികമായിട്ട് ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ബാനറും നിങ്ങൾ പറഞ്ഞ പോലെ സുന്നി മുജാഹിദാണ് അടിച്ച്. ഇതിന് വലിയ ബന്ധമുണ്ടോ? മാത്രമല്ല അവര് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണെന്ന് നമ്മളോട് കളവ് പറഞ്ഞു. നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നത് 5 മൗലവിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പോസ്റ്ററായിരുന്നു. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതും പിന്നീട് ഈ റഷീദ് മൗലവി തന്നെ നമുക്ക് 6 ആളുകളെ ഉൾപ്പെടുത്തണമെന്ന് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആവശ്യപ്പെട്ടതിന്റെ ശേഷം ഉണ്ടാക്കിയ 6 മൗലവിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ് പിന്നീട് അവര് സമസ്ത മുജാഹിദി എന്ന പേരിൽ ഇറക്കി അവര് പ്രചരിപ്പിച്ചത്. എത്രയാണ് എന്നാൽ ആ കളവ് നമ്മൾ കയ്യോടുകൂടെ പിടികൂടി. ആദ്യത്തെ പോസ്റ്ററിൽ 5 മൗലവിമാരെ വെച്ചുകൊണ്ടും ശേഷം നമ്മൾ തീരുമാനം 6 മൗലവിമാരെ ആക്കിയതിന്റെ ശേഷം 6 പണ്ഡിതന്മാരെ ഇരുപക്ഷത്തിൽ നിന്നും തീരുമാനിച്ചതിന് ശേഷം 6 മൗലവിമാരെ വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇവർ ഇറക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതും നമ്മൾ കയ്യോടുകൂടെ പിടികൂടിയപ്പോൾ അവർ വ്യവസ്ഥാലംഘനം നടത്തിയെന്ന് വളരെ വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഇതുപോലെ കളവും വഞ്ചനയും മാത്രം നടത്തുന്നവരാണ് അവര്. ഈ KNM എന്നുള്ള പേര് യഥാർത്ഥത്തിൽ അതിന്റെ ഫുൾ ഫോം എന്താന്നുള്ള വിശദം പറയുന്നത് കേരള നുണാ മുന്നണി.
അത് യഥാർത്ഥമാകുകയാണ്. കണ്ട വീണ്ടും നിങ്ങളൊക്കെ പോസ്റ്റർ ഇട്ട ഈ മൗലിമാർ പിന്നെ പറയുന്നത് എന്താ? ഞങ്ങൾ അങ്ങനെ പോസ്റ്റർ ഇട്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പോസ്റ്റർ ഇട്ടിട്ടേ ഇല്ല. അത് ആരെങ്കിലും ഒക്കെ എഴുതി വിട്ടതായിരിക്കും, എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ എഴുതി വിട്ടതായിരിക്കും എന്ന വ്യാജേന കളവ് പറയാണ് കേരള നുണ മുന്നണി എന്ന കേന്ദ്രം. നിങ്ങൾ ചിന്തിക്കണം, അത് അവര് പറയുന്ന ആ കളവൊന്നും കേട്ടോളൂ. ആരോ സോഷ്യൽ മീഡിയകളിൽ ഒരു സമസ്ത മുജാഹിദ് സംവാദം എന്ന് എഴുതി ഒരു പോസ്റ്റർ ആരോ ഇട്ടു, ഏതോ ഒരു പ്രവർത്തകം വിട്ടു എന്നതിന്റെ പേരിൽ ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ ആരോ സോഷ്യൽ മീഡിയകളിൽ ഒരു സമസ്ത മുജാഹിദ് സംവാദം എന്ന് എഴുതി ഒരു പോസ്റ്റർ ആരോ ഇട്ടു, ഏതോ ഒരു പ്രവർത്തകം വിട്ടു എന്നതിന്റെ പേരിൽ ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ മാത്രവുമല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് അങ്ങനെയൊക്കെ കളവ് പറഞ്ഞതിന് ശേഷം പിന്നീട് അയാൾ പറയുകയാണ്, എന്താണ് ആ റഷീദ് മൗലവി എന്ന് പറയുന്ന ആൾ പറയുന്നത്, അത് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിരുന്നു, അതെങ്ങനെ ലീക്കായത് ഞങ്ങൾക്കറിയില്ല. അവരുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോസ്റ്റ്, ആ പോസ്റ്റ് അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വാട്സപ്പ് വഴി ലീക്കായിട്ട് അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനും വലിയ ബന്ധം എന്താണ് ലോകത്ത്? അത് അവര് പറയുന്ന ആ കളവൊന്നും കേട്ടോളൂ. രണ്ടാമത് വന്ന ഇത് ശരിയാണ്, നമ്മളെയൊക്കെ അടിച്ചു വെച്ചത് അറിയാതെ ലീക്കായി പോയതാണ്. നമ്മളാരും ചെയ്തു, നമ്മൾ കൂടുതലല്ല. ഇപ്പം ഞാൻ നിങ്ങളെ ഒരുപാട് ഗ്രൂപ്പിലില്ലേ, ഞാൻ എല്ലായിടത്തും നമ്മൾ സുന്നി മുജാഹിദ് എന്നുള്ള നമ്മുടെ റിനേ ടിവിയുടെ അത് പരസ്യം ഇട്ടിട്ടുള്ളൂ, എല്ലായിടത്തും അത് തന്നെ ഇട്ടത്. പക്ഷേ ഇത് ഇങ്ങനെ ലീക്കായി എന്നുള്ളത് ശരിയാണ്, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് ലീക്കായി എന്നുള്ളത്. പക്ഷെ നമ്മളെല്ലായിടത്തും ഔദ്യോഗികമായിട്ട് ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഇതിന് വലിയ ബന്ധമുണ്ടോ? മാത്രമല്ല അവര് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണെന്ന് നമ്മളോട് കളവ് പറഞ്ഞു. നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നത് 5 മൗലവിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പോസ്റ്ററായിരുന്നു. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതും പിന്നീട് ഈ റഷീദ് മൗലവി തന്നെ നമുക്ക് 6 ആളുകളെ ഉൾപ്പെടുത്തണമെന്ന് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആവശ്യപ്പെട്ടതിന്റെ ശേഷം ഉണ്ടാക്കിയ 6 മൗലവിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ് പിന്നീട് അവര് സമസ്ത മുജാഹിദി എന്ന പേരിൽ ഇറക്കി അവര് പ്രചരിപ്പിച്ചത്. എത്രയാണ്? എന്നാൽ ആ കളവ് നമ്മൾ കയ്യോടുകൂടെ പിടികൂടി. ആദ്യത്തെ പോസ്റ്ററിൽ 5 മൗലവിമാരെ വെച്ചുകൊണ്ടും ശേഷം നമ്മൾ തീരുമാനം 6 മൗലവിമാരെ ആക്കിയതിന്റെ ശേഷം 6 പണ്ഡിതന്മാരെ ഇരുപക്ഷത്തിൽ നിന്നും തീരുമാനിച്ചതിന് ശേഷം 6 മൗലവിമാരെ വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇവർ ഇറക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതും നമ്മൾ കയ്യോടുകൂടെ പിടികൂടിയപ്പോൾ അവർ വ്യവസ്ഥാലംഘനം നടത്തിയെന്ന് വളരെ വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഇതുപോലെ ഇവർ കളവും വഞ്ചനയും വ്യവസ്ഥാലംഘനവും ആവർത്തിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിനെ തുടർന്ന് ആ പ്രദേശങ്ങളിൽ പ്രചരിക്കുകയും ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒഫീഷ്യലായി ചില ക്ലാരിഫിക്കേഷനുകൾ വരുത്താനുണ്ട് എന്ന് മുജാഹിദുകളോട് നമ്മൾ പറയേണ്ടി വന്നു. കാരണം മുജാഹിദുകൾ അതിന് സാഹചര്യമൊരുക്കി. ഈ റഷീദ് മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അതിന് സാഹചര്യം ഒരുക്കിയപ്പോൾ ആ ക്ലാരിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് വ്യവസ്ഥാ ലംഘനം ഉണ്ടായതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ചില ക്ലാരിഫിക്കേഷൻ വരുത്താനുള്ള സമയം ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ റഷീദ് മൗലവി തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, എന്നാൽ അതിന് കുഴപ്പമില്ല, കാരണം നമുക്ക് പല സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ തീരുമാനിച്ച തീരുമാനം ചിലപ്പോൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരുമല്ലോ. നാം ഡേറ്റ് തീരുമാനിച്ചത് നമുക്ക് മാറ്റേണ്ടി വരും. അതുപോലെ ഇത് നിങ്ങൾക്ക് ഡേറ്റ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റി വെക്കുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആ ഡേറ്റ് മാറ്റി വെക്കുന്ന വിവരം എന്നത്തേക്കാണ് മാറ്റി വെക്കുന്നത് എന്ന് നിങ്ങൾ അറിയിച്ചാൽ മതി. അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം തന്നെ ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നമ്മൾ എന്ത് ചെയ്യാ, ഇനി ഒരു ഡേറ്റ് പെട്ടെന്ന്, കാരണം 13 നാളെ രാത്രി നമുക്കൊരു ഡേറ്റ് കാണണം. കാരണം എന്താ വെച്ചാൽ 13-ാം തീയതി സംവാദം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ അതിനേക്കാളും നല്ല ഡേറ്റ് മാറ്റാൻ, അതിൻ്റെ ഉള്ളിൽ ഡേറ്റ് മാറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. മിസ്ബായി, നമുക്ക് പെട്ടെന്ന് തന്നെ നാളെ രാത്രിയുടെ ഉള്ളിൽ ഒരു ഡേറ്റ് കാണണം. എന്താണെന്നറിയോ? അല്ലെങ്കിൽ നമുക്കിത് മറുപടി പറയാൻ എന്താണ് സംവാദം നടക്കാമെന്ന് പറയുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡേറ്റ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അത് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഡേറ്റ് നമുക്ക് മാറ്റിയെന്ന് പറയാം. അപ്പോൾ നമുക്ക് നാളെ രാത്രിയുടെ ഉള്ളിൽ ഒരു ഡേറ്റ്, ഇനി കുറച്ച് അങ്ങോട്ട് നീട്ടിയിട്ട് എങ്ങനെയാലും വേണ്ടിയില്ല, നമുക്കൊരു ഡേറ്റ് കാണുക.
അപ്പോൾ റഷീദ് മൗലവി തന്നെ പറയുന്നതാണ് നിങ്ങൾ കേട്ടത്. എന്ത് ഡേറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം, ഈ 13-ാം തീയതി അല്ലേ, ആ 13-ാം തീയതി മാറ്റിയിട്ട് മറ്റൊരു ഡേറ്റിലേക്കാക്കാം, നിങ്ങളൊന്ന് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എഴുതി കൊടുത്തു. അപ്പൊ തന്നെ എന്താ എഴുതി കൊടുത്തത്? ആ ഡേറ്റ് ഇട്ടുകൊണ്ട് എഴുതി കൊടുക്കുകയാണ്. നാളെ കൊപ്പത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന ആദർശ സംവാദം വ്യവസ്ഥ ലംഘിച്ചുള്ള മുജാഹിദുകളുടെ ഇടപെടലിനാൽ ഉണ്ടായ സാങ്കേതികമായ തടസ്സം കാരണം മറ്റൊരു തീയതിയും സ്ഥലവും തീരുമാനിക്കേണ്ടി വന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് 2024 ഓഗസ്റ്റ് 10-ന് മുൻ വ്യവസ്ഥ പ്രകാരം എന്ന് 2024 ആഗസ്റ്റ് 10-ന്റെ അന്ന് മുൻ വ്യവസ്ഥ പ്രകാരം പ്രസ്തുത സംവാദം നടത്താൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ചിലവ് ഇരു കൂട്ടരും വഹിക്കണം എന്ന നിബന്ധനയോടെ പരിപാടിയുടെ ഹാളും മറ്റു സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കാം എന്നും ഇതിനാൽ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്താക്കി ഒപ്പിട്ട് കൊടുത്തു. ഇതാരോടായി ക്ലിപ്പ് പറഞ്ഞത്? ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറഞ്ഞത് ആരോടാണ്? റഷീദ് സാഹിബ്, നമ്മുടെ സിദ്ദീഖ് മിസ്ബാഹിയോടാണ്. ആ സിദ്ദീഖ് മിസ്ബാഹി തന്നെയാണ് എന്ത് കോർഡിനേറ്റർ ആയിട്ടുള്ളത് സിദ്ദീഖ് മിസ്ബാഹിയാണ്. ആ കോർഡിനേറ്ററായ സിദ്ദീഖ് മിസ്ബാഹി തന്നെ എഴുതി കൊടുക്കുകയാണ്. അതോടെ അനുസരിച്ചുകൊണ്ട് അവിടെ അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഞാന്, അതായത് ഡോക്ടർ നാസർ അർഷദി ഒപ്പിടുകയാണ്. അന്ന് ആ മജീദ് വായിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഈ ഡോക്ടർ നാസർ അർഷദി അവൻ എപ്പിക്കാരൻ തന്നെ, നമ്മുടെ എപ്പിക്കാരൻ തന്നെയാണ്. പക്ഷെ എപ്പിക്കാരൻ എന്ന രീതിയിലല്ല, എപ്പിക്കാരൻ എന്ന AP സമസ്ത എന്ന രീതിയിലല്ല ഞങ്ങൾ എന്താക്കിയിട്ടുള്ളത്, ഈ സംവാദത്തിൽ ഒരുക്കിയിട്ടുള്ളത്. AP-ക്കാരൻ എന്ന നിലക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഞങ്ങളൊക്കെ AP-ന്റെ ആളുകൾ തന്നെയാണ്, അതിനും സംശയമില്ല. എന്നാൽ നമ്മളിത് നടത്തുന്നത് ഒരു സംഘടനയുടെ ചാനലിൽ അല്ല. അങ്ങനെ നടത്തണ്ട എന്ന് വളരെ വ്യക്തവും സ്പഷ്ടവുമായി നമ്മൾ പറഞ്ഞതും എഴുതി വെച്ചതുമാണ്. ഇതിനെയാണ് ലംഘിക്കുന്നത്. ഇത് ലംഘിച്ചുകൊണ്ട് ഇവർ പറയുന്നത് എന്താ? ഇങ്ങനൊക്കെ നമ്മൾ എഴുതി കൊടുത്ത് മറ്റൊരു ദിവസത്തേക്ക് നടത്താം, 10-ാം തീയതി എന്ന് പറഞ്ഞ് ഡേറ്റ് കൊണ്ട് കൊടുത്തിട്ട് അവർ പറയാണ് സംവാദത്തിൽ നിന്ന് എന്താക്കി സുന്നികൾ പിന്മാറി എന്ന് പറഞ്ഞ് തടിച്ച പച്ചക്കളവ് നടത്തിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല അവിടെ ഇരുന്നുകൊണ്ട് 2 മൗലവിമാര് എത്ര നുണയാണ്, യാതൊരു മടിയുമില്ലാതെ ഈ 2 മൗലവിമാര്, റഷീദ് മൗലവിയും അതുപോലെ അങ്ങോട്ട് ക്ഷണിച്ച കൂട്ടത്തിലേക്ക് വന്ന ആളാണെങ്കിലും മജീദ് മൗലവിയും, ഇവര് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുമല്ലോ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. എത്ര നുണയാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ കത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ കത്തിന്റെ അടിയിൽ ഇന്ന ആളുകളാണ് ഒപ്പിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. പക്ഷെ ആ കത്ത് വായിക്കാൻ എന്താണ് നിങ്ങൾക്ക് ധൈര്യമില്ലാതെ പോയത്? ആ കത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച ആളുകൾക്ക് എന്താണ് ആ കത്തിലുള്ളത് എന്ന് വായിക്കാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ ഭയം? മാത്രമല്ല അത് മറ്റൊരു സംഘടന ഏറ്റെടുത്തു എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. മറ്റൊരു സംഘടന ഏറ്റെടുത്തതല്ല. നേരത്തെ നമ്മൾ നടത്തുന്ന സംവാദം ഔദ്യോഗികമായിട്ടല്ല എന്ന് നിങ്ങൾ തന്നെ പറയുകയും നിങ്ങൾ ധാരാളം വോയിസുകളിൽ പറഞ്ഞതുണ്ട്. അതോടൊപ്പം നിങ്ങളും നമ്മളും ഒരുപോലെ സമ്മതിച്ചുകൊണ്ട് അത് ഔദ്യോഗികമായി അല്ല നടത്തുന്നത് എന്ന് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഒരു രേഖ എഴുത്ത് വേണം, ഡേറ്റ് അറിയിച്ചുകൊണ്ട് എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ വിങ്ങായിട്ടുള്ള ദഅവ വിങ്ങിന്റെ ടീം ഐഡിയൽ ദഅവ വിങ്ങിന്റെ എഴുത്ത് ഔദ്യോഗികമായി നിങ്ങൾക്ക് നൽകിയതായിരുന്നു. എന്താണ് നിങ്ങൾക്കത് എടുത്തു വായിക്കാനൊരു ഭയം? നിങ്ങൾ വ്യവസ്ഥ ലംഘിച്ചത് പച്ചയായി ആളുകൾക്ക് ബോധ്യപ്പെടുമെന്ന് മനസ്സിലായത് കൊണ്ടല്ലേ നിങ്ങളത് എടുത്തു വായിക്കാൻ നിങ്ങൾ ഭയപ്പെട്ടത്? അതുകൊണ്ട് തന്നെ എഴുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് നിങ്ങൾ വായിക്കണമായിരുന്നു. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സംവാദത്തിന്റെ ദിവസം വന്നിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ വന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ഒളിച്ചോടാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിയത്. സംവാദം നടത്താനുള്ള നട്ടെല്ലില്ലാതെ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കോപ്രായം കാണിച്ചത് എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. അതുകൊണ്ട് റഷീദ് മൗലവിയും മജീദ് മൗലവിയും
ഇതിനിടയിൽ നിന്ന് മുഴുവൻ മൗലവിമാരോട് പറയും. അതെ, ഇവരെ കൂട്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള അനസ് മൗലവിയെ പോലുള്ള പണ്ഡിതന്മാർ, ഓരോ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ നല്ല ആളാണ്. ഇവരൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവരൊക്കെ ഈ അനസാവട്ടെ, കായപ്പൊടി ആവട്ടെ, മജീദ് ആവട്ടെ, അബ്ദുറഹ്മാൻ സലഫിയാജികളുടെ തലതൊട്ടപ്പനാവട്ടെ, ധൈര്യമുണ്ടെങ്കിൽ ഒരു സുന്നികളുടെ അടുത്തേക്ക് ഇതേ വ്യവസ്ഥയിൽ സംവാദം നടത്താൻ. ഔദ്യോഗികമായിട്ട് വേണോ ഞങ്ങൾ എഴുതി തരാം, ഒഫീഷ്യലായിട്ട് വേണോ ഞങ്ങൾ എഴുതി തരാം, അല്ല ഇതുപോലെ തന്നെ വേണോ അതുപോലെ നടത്താം. ഏത് മുജാഹിദിന്റെ കൂട്ടത്തിൽ മറ്റ മക്കളുണ്ടെങ്കിൽ കടന്നു വരികട്ട് സംവാദം ഞങ്ങൾ നടത്തി കാണിച്ചു തരാം. സംവാദങ്ങൾ നടത്തി കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്താ ഇത്ര ഭയക്കുന്നത്? ഭയന്നിട്ട് ഇതുപോലെ വഞ്ചനയും തരിച്ച കളവും പറയാം. ശരിക്കും വിസ്ഡംകാർ നിങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, KNM എന്നാൽ കേരള നുണാമുന്നണി എന്നാണ്. ഇത് യാഥാർത്ഥ്യമാക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? ഞാൻ അനസ് മൗലവിയെ ആ കൂട്ടത്തിൽ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ വാക്കും സംസാരവും ഇങ്ങനെ കേൾക്കുമ്പോ എനിക്ക് പഴയത് ഓർമ്മ വരികയാണ്. അതായത് മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ചൊക്കെ അദ്ദേഹം ഹജ്ജിന് പോകുന്ന ആളുകളും മറ്റൊക്കെ ഷിർക്ക്, അത്രയും ഷിർക്കിന്റെ ആളുകളാണ്, മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അതിനെ അന്ന് ന്യായീകരിക്കാൻ വന്ന മൗലവിയാണിത്. അതെ, മൗലവി പറഞ്ഞത് ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോ അതിന് ഓർമ്മ വരികയാണ് എനിക്ക്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല, അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ഷിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല, അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്, കേൾപ്പിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഷിർക്ക് എന്ന മുശ്രിക്ക് എന്ന വാക്ക് തന്നെ അതിലില്ല എന്ന് പറഞ്ഞ അത്രയും തൊലിക്കട്ടിയുള്ള ഈ മൗലവിയെ പോലെയുള്ള ആളുകൾ, ഇവർക്ക് ഈ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് അത് അതുപോലെ കേട്ട് ഈ വ്യവസ്ഥാ ലംഘനങ്ങൾ മുഴുവൻ മൂടി വെക്കാൻ വേണ്ടി അവിടെ വന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ തരം താഴ്ന്നു പോയല്ലോ. അനസ് മൗലവി, നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അനസ് മൗലവിയാണെങ്കിലും കായക്കുടി മൗലവിയാണെങ്കിലും ഇനി ഏത് വലിയ തലതൊട്ടപ്പൻ മൗലവിയാണെങ്കിലും ശരി, നിങ്ങളോട് സംവാദം നടത്താൻ ഞങ്ങൾ മതി. അവസാനമായി നിഷ്പക്ഷമായി ഇതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയമുള്ള ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ മൗലവിമാർ യഥാർത്ഥത്തിൽ നമ്മെ ക്ഷണിക്കുന്നത് തീർത്തും തെറ്റായ ആശയത്തിലേക്കാണ്. ഇവർ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുന്നു, എന്നിട്ട് അതുപോലെ ഞങ്ങളുടെ പ്രമാണം വിശുദ്ധ ഖുർആനാണ് എന്ന് വ്യവസ്ഥയിൽ പ്രമാണം ഖുർആനായി എഴുതുകയും അതിന്റെ പേരിൽ ആയത്തുകൾ ഓതുകയും ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ മൗലവിമാർ യഥാർത്ഥത്തിൽ ഇവർ ആളുകളെ വഞ്ചിക്കുന്നവരാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. ചെറിയ ഒരു ഉദാഹരണം, ഈ മൗലവി തന്നെ, ഈ റഷീദ് മൗലവി എന്ന് പറയുന്ന ഈ വ്യവസ്ഥയ്ക്ക് വേണ്ടി വന്ന ഈ മൗലവി തന്നെ പച്ചയായി അദ്ദേഹം പറയുന്നത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കണം. വ്യക്തമായി അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആൻ അത് നിരുപാധികം തെളിവല്ല നമുക്ക് എന്നാണ്. പ്രമാണമല്ല, വിശുദ്ധ ഖുർആൻ പ്രമാണമല്ല എന്ന് പച്ചയായി പറഞ്ഞിട്ടുള്ള മൗലവിയാണ് ഈ റഷീദ് മൗലവി. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രമാണമല്ലോടോ. വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് നിരുപാധികം പ്രമാണമല്ല. അങ്ങനെ പ്രമാണമാക്കുന്നവർ മുർത്തദ്ദുകളാണ്, ദീനെന്ന് പഴിച്ചുപോയവരാണ്. ഒരിക്കലും പരിശുദ്ധ ഖുർആൻ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് നിരുപാധികം പ്രമാണമാകൂല. അപ്പോൾ വിശുദ്ധ ഖുർആൻ പ്രമാണമല്ല എന്ന് പച്ചയായി പറയുന്ന ഇയാളെ കുറിച്ച് ഇവരെങ്ങനെയാണ് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടവരാവുക? മാത്രമല്ല, ഇത് അബദ്ധത്തിൽ അദ്ദേഹം പറഞ്ഞതല്ല. അതേ ആശയം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു വോയിസിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും. ഹജ്ജ് പറഞ്ഞ കറക്റ്റാണ്. ഒന്നും ഞാൻ അംഗീകരിക്കൂല. പരിശുദ്ധ ഖുർആൻ നിരുപാധികം നമുക്ക് പ്രമാണമല്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. പരിശുദ്ധ ഖുർആൻ നമുക്ക് നിരുപാധികം പ്രമാണമല്ല. വിശ്വാസ കാര്യങ്ങൾക്കാകട്ടെ, അതല്ലെങ്കിൽ ഇസ്ലാമിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കാകട്ടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് നിരുപാധികം പ്രമാണമാകൂല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഹദീസും നമുക്ക് നിരുപാധികം പ്രമാണമാകൂല എന്ന് പറയുന്ന ആളാണ് ഞാൻ.
യാതൊരു സംശയമില്ല. പിന്നെ ഇജ്മാവും ഖിയാസും വിശ്വാസാചാരാനുഷ്ഠാനങ്ങൾക്ക് വരൂലല്ലോ. ഇതൊന്നും ഇജ്ജ് പഠിച്ചിട്ടില്ലല്ലോ അല്ലേ? അനക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ എന്തൊക്കെ, ഞാൻ സാധാരണ ആളാണ്. പക്ഷെ ഇജ്ജ് പഠിച്ചതല്ല ഞാൻ പഠിച്ചത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ മിക്കവാറും ഞാൻ മുജാഹിദിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാനൊരു സബബായി നീ മുജാഹിദിലെത്താൻ സാധ്യതയുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി അവിടെ മൗലവിയുടെ വക ഇപ്പോൾ കേൾക്കുന്ന ഒരു വിശദീകരണം, അത് ഞാൻ നിരുപാധികം പ്രമാണമല്ല എന്നാണല്ലോ പറഞ്ഞത് എന്ന് മൗലവി പറഞ്ഞു വന്നേക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നിരുപാധികം പ്രമാണമല്ല, മറിച്ച് ഉപാധികളോടുകൂടെ പ്രമാണമാണ്. എന്താണ് ഉപാധികൾ? അതിനെ പണ്ഡിതന്മാര് വിശദീകരിക്കണം. ഹദീസും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് വിശദീകരിച്ചത് ആണ് പ്രമാണം എന്നാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ്, അതിനാണ് തഫ്സീർ എന്ന് പറയുന്നത്. അതാണല്ലോ തഫ്സീർ. ശുദ്ധ ഖുർആനിനെ മുഫസ്സിറുകളായ ആളുകൾ ഹദീസിന്റെയും മറ്റുമൊക്കെ വെളിച്ചത്തിൽ വിശദീകരിച്ചതിനാണ് തഫ്സീർ എന്ന് പറയുന്നത്. എന്നാൽ ഇതേ മൗലവി തന്നെ തഫ്സീറുകളെ കുറിച്ച് എന്താണ് പറയുന്നത്? തഫ്സീർ എന്ന് പറയുന്നത് അതിന് ലഈഫായ ഹദീസിന്റെ സ്ഥാനം പോലുമില്ല. ലഈഫായ ഹദീസിന്റെ സ്ഥാനം പോലുമില്ല തഫ്സീറുകൾക്ക് എന്ന് ഈ മൗലവി പച്ചയായി പറയുന്നത് നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രമാണമല്ലോടോ. വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് നിരുപാധികം പ്രമാണമല്ല. അങ്ങനെ പ്രമാണമാക്കുന്നവർ മുർത്തദ്ദുകളാണ്, ദീനെന്ന് പിഴച്ചു പോയവരാണ്. ഒരിക്കലും പരിശുദ്ധ ഖുർആൻ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾക്ക് നമുക്ക് നിരുപാധികം പ്രമാണമാകൂല. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞല്ലോ തഫ്സീർ എങ്ങനെ സ്വീകരിക്കുക. തഫ്സീർ എന്റെ ഈ കുട്ടിയെ അനക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ അറിയണ ഉസ്താദ്മാരോട് ചോദിക്ക്. തഫ്സീറുകൾ ഒരു ലഈഫായ ഹദീസിന്റെ സ്ഥാനം പോലും തഫ്സീറുകൾക്ക് പ്രമാണബന്ധമായി ഇല്ല. എന്താ എന്നോട് എന്താ പറയണത്? ഹദീസ് എങ്ങനെ ഇസ്ലാമിൽ പ്രമാണാകുക? വിശ്വാസാചാരങ്ങൾക്ക് ഹദീസ് പ്രമാണ? ആരങ്ങളത് പഠിപ്പിച്ചെന്നത്? ഇസ്ലാമിലെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾക്ക് ഹദീസ് പ്രമാണമല്ല. ഹദീസ് പ്രമാണമാണെന്ന് ലോകത്താരും പഠിപ്പിച്ചിട്ടില്ല. ഇത് എവിടെ നിങ്ങൾക്ക് കിട്ടിയത്? വിശുദ്ധ ഖുർആൻ പ്രമാണമാണെന്ന് പറയുന്നവർ മുർത്തദ്ദുകളും കാഫിറുകളുമാണ്. നഊദു ബില്ലാഹ്. എത്ര വലിയ അപകടകരമായ വാദഗതിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളാണ് ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന ഇവരുടെ തനി നിറം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വിശ്വാസികളെ, ഇത്തരം ആളുകളുടെ വഞ്ചനയിൽ നാം വിട്ടുപോകരുത്. ഇവർ മാത്രമല്ല, ഇദ്ദേഹം ഇനി ഖുർആൻ നിരുപാധികം പ്രമാണമല്ല, മറിച്ച് ചില ഉപാധികളോടുകൂടെ പ്രമാണമാണ്, അഥവാ പണ്ഡിതന്മാരുടെ വിശദീകരണ സഹിതമാണ് വിശുദ്ധ ഖുർആൻ പ്രമാണമാകുന്നത് എന്നാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ ചില സമയത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആ പണ്ഡിതന്മാരുടെ വിശദീകരണം, വിശുദ്ധ ഖുർആനിനെ പണ്ഡിതന്മാരുടെ വിശദീകരണത്തിന് പറയുന്ന പേരാണ്. വിശുദ്ധ ഖുർആനിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള വിശദീകരണമാണ് തഫ്സീറുകൾ എന്ന് പറയുന്നത്. ആ തഫ്സീറുകളെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ലഈഫായ ഹദീസിന്റെ സ്ഥാനം പോലും ആ തഫ്സീറുകൾക്കില്ല എന്നാണ്. എത്ര ലാഘവത്തോടു കൂടെയാണ്, എത്ര നിസ്സാരമായിട്ടാണ് വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളെ കുറിച്ച് ലഈഫായ ഹദീസിന്റെ സ്ഥാനം പോലും ഇല്ല എന്ന് ഒരു 5ാം ക്ലാസ്സുകാരനായ ഒരു മൗലവി ഒരു ലജ്ജയുമില്ലാതെ പറയുമ്പോൾ ഈ ആളുകളുടെ വഞ്ചനയിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത് എന്ന് എന്റെ പ്രിയമുള്ള വിശ്വാസികളോട് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും സത്യം മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്ര നേരം ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.